ഈ കാണുന്ന 200 വാട്ട്സിൻ്റെ ഒരു കാർ സ്റ്റീരിയോ സെറ്റ് ഇതെനിക്കിവിടെ 50 രൂപ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാർ സ്റ്റീരിയോ സെറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഇത് നമുക്കിവിടെ 50 രൂപ കിട്ടിയത് തൊടുപുഴ എടവെട്ടി റോഡിലുള്ള ഈ ഒരു ആക്രിക്കടയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സെറ്റിന് അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് 50 രൂപ കിട്ടി. നിലവിലിപ്പോൾ ഇതിൻ്റെ അവസ്ഥയിൽ കാണുന്ന പോലെയാണ്, ഫുള്ളായിട്ട് ചെളിയും പൊടിയൊക്കെയാണ്. അതുപോലെ ഈ സെറ്റ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് കംപ്ലൈൻറ്റ് ആയപ്പോഴാണെന്ന് തോന്നുന്നു. ഇത് അടിച്ച് നോക്കിയതാണ്, നന്നാക്കാൻ ശ്രമിച്ചതായിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം ഇത് ആദ്യമേ എല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് മാത്രമാണ് നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് പരിഹരിക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് പവറൊന്നും കൊടുത്ത് ഇത് ഓണാകുമെന്നും ചെക്ക് ചെയ്ത് നോക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു സെറ്റ് അടിച്ച് നോക്കിയപ്പം ഇതിൻ്റെ ബോർഡിൻ്റെ അവസ്ഥയിൽ കാണുന്ന പോലെയാണ്, ഫുള്ളായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ച് നോക്കാതെ ഇതിലേക്ക് നേരിട്ട് പവർ കൊടുത്ത് ഓണാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജ് ആകുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ അടിച്ചെല്ലാം സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി അതെല്ലാം പരിഹരിച്ച് നമ്മൾ ഓണാക്കി നോക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യം ഇതിൻ്റെ ബോർഡുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്ന ഒരു ഫ്ലെക്സ് കേബിൾ ഇതൊന്ന് ഊരി രണ്ടറ്റവും ക്ലീൻ ചെയ്തിടുക. ഇങ്ങനെയുള്ള കണക്ടറുകളിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ക്ലാവ് പോലെയൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് വർക്കാണ്ട് വരും സെറ്റ്. പിന്നെ ഇങ്ങനെയുള്ള സെറ്റുകളിലെല്ലാം കൂടുതലായിട്ട് വരുന്നൊരു പ്രശ്നം ഇതിൻ്റെ ആംപ്ലിഫയർ ഐ സി പോകുന്നതാണ്. അപ്പോൾ ആംപ്ലിഫയർ ഐ സി ഒക്കെ പോകാനുള്ള കാരണം അത് നമ്മൾ കൂടുതലും തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള സെറ്റുകളെല്ലാം 4 ചാനൽ സ്പീക്കറോട്ടാണുള്ളത്, ഒരു ചാനൽ 50 വാട്ട്സ് വീതം. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ചെറിയ 3-4 സ്പീക്കർ എല്ലാം കൂടെ കൂട്ടി പാരലായിട്ട് കണക്ട് ചെയ്ത് ഒരു സ്പീക്കറോട്ട് തന്നെ കൊടുക്കും കൂടുതൽ സൗണ്ടൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ടായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള സെറ്റുകളുടെ ബോർഡിലെ ആംപ്ലിഫയർ ഐ സി ഒക്കെ വേഗം കംപ്ലൈൻറ്റ് ആകുന്നു. ഒരു സ്പീക്കർ ഔട്ട് ചാനലിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സെറ്റുകളിലൊക്കെ ആംപ്ലിഫയർ ഐ സി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡലൊന്നും മേടിക്കാൻ കിട്ടുന്നതല്ല. പിന്നെ ഇങ്ങനെയുള്ള സെറ്റുകളിലെ ആംപ്ലിഫയർ കംപ്ലൈൻറ്റ് ആയതാണെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ വേറെ ആംപ്ലിഫയർ ബോർഡ് കണക്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സെറ്റുകളുടെ ഫ്രണ്ട് പാനലിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഓഡിയോ എടുത്ത് നമുക്ക് വേറെ ആംപ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പാനലിൽ ഈ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. നമുക്കിത് വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ബോർഡും ഇതിലെ സ്വിച്ചുകളെല്ലാം WD-40 ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് LCD ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഫ്രണ്ട് പാനലിൽ ഈ ഒരു ബോർഡ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. WD-40 ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓയിൽ മയം പോലെയുണ്ട്, അതെല്ലാം ഇങ്ങനെ തുണി എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഒപ്പിയെടുക്കണം. അടുത്തായിട്ട് ഈ ഒരു ഫ്രണ്ട് പാനലിലെ ചെളിയൊക്കെ നന്നായിട്ട് ഇളകി വരാനായിട്ട് നമ്മൾ ഈ ഒരു ക്ലീൻ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് എല്ലായിടത്തേക്കും നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ട് ബ്രഷും കൂടി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് എല്ലാ പാർട്സും വെള്ളവും കാർ ഷാമ്പു ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനലിലെ ആ ഒരു ബോർഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്തെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പവർ കൊടുത്ത് ഓണാക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 12 വോൾട്ട് പവർ കൊടുത്ത് ഓണാക്കി നോക്കിയിട്ടും പ്രത്യേകിച്ച് വേറെ അനക്കവുമില്ല. ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിൽ ടൈം പോലെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് നിലവിലിപ്പം ഓണായി വരുന്നില്ല. ഈ കാണുന്ന ഈ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകൾ ഇതുപോലെ ഓണാതെയൊക്കെ വരുന്നതിൻ്റെ മിക്കതിൻ്റെയും കാരണം ഇങ്ങനെയുള്ള ബോർഡുകളെ ഏതെങ്കിലും SMD കപ്പാസിറ്ററൊക്കെ ഷോർട്ടായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡ് ഇടുക, അതായത് ബസർ മോഡ്. അതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബോർഡിലേക്കുള്ള പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനും. ഇപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോവ് ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്ക്, അതായത് ബോർഡിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബാണ് കപ്പാസിറ്ററിൻ്റെ 2 ലെഗിലേക്ക് മാറി മാറി കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇങ്ങനെയുള്ള ബോർഡിലെ എല്ലാ SMD കപ്പാസിറ്ററിലും ഇങ്ങനെ ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കപ്പാസിറ്റർ ഷോർട്ട് പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെ ബോർഡിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കുന്ന ആ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണെന്ന് ഒന്നുകൂടി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ചിലപ്പം ബോർഡിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ ഷോർട്ട് കാണിക്കും, കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കില്ല. ഞാനിവിടെ ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിലൊരു കപ്പാസിറ്റർ ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഡ് വേഗം മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾഡിങ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുവാണ് ഇതിലേക്ക്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഹോട്ട് ബ്ലോർ ഉപയോഗിച്ച് ഈ ഒരു ബോർഡിൽ ഷോർട്ട് കാണിച്ച് ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്ന ഈ ഒരു കപ്പാസിറ്ററും ഒന്നുകൂടി ഒന്ന് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ചിലപ്പം ബോർഡിൻ്റെ പ്രശ്നം കൊണ്ടുമായിരിക്കും. അങ്ങനെ ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഞാനിവിടെ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത ആ ഒരു കപ്പാസിറ്റർ തന്നെയായിരുന്നു പ്രശ്നം. അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ബോർഡിൽ നിന്ന് സെയിം സൈസിലുള്ള വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ട് വേണം ചെയ്യുന്നത്.
അതുപോലെ ഈ ടൈപ്പ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത കപ്പാസിറ്ററിന് പകരം വേറെ ഒരു കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഇതിലേക്ക് പവർ കണക്ട് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പവർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ സെറ്റിൻ്റെ എല്ലാം പോസിറ്റീവ് വയറും ACC വയർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തെങ്കിലാണ് ഇങ്ങനെയുള്ള സ്റ്റീരിയോ സെറ്റുകൾ വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കപ്പാസിറ്ററൊക്കെ എല്ലാം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഓണാക്കിയപ്പോൾ സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സെറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് അഴിച്ചെടുത്തെല്ലാം പഴയ പോലെ എല്ലാം റീഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി ഓവറായിട്ട് കാണിച്ച് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അതുപോലെ നമ്മുടെ ഈ ആംപ്ലിഫയർ ബോർഡ് ഈ ഒരു ഹീറ്റ് സിങ്കിൽ നിന്ന് ഫുള്ളായിട്ട് അഴിച്ചെടുത്തെല്ലാം ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഇനി ഇതേപടി നേരെ എടുത്ത് റീഫിറ്റ് ചെയ്യരുത്. ഈ ഒരു ഐസിയുടെ ബാക്കിൽ കുറച്ച് തെർമൽ പേസ്റ്റും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള തെർമൽ പേസ്റ്റ് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു ചെറിയ ബോട്ടിലിന് 10 രൂപയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഐസുകൾ അതുപോലെ മോസ്ഫെറ്റ് ഇതൊക്കെ നമ്മുടെ ഹീറ്റ് സിങ്കിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് രണ്ടാമത് റീഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് തെർമൽ പേസ്റ്റും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം സ്ക്രൂ ചെയ്ത് മുറുക്കാൻ. ഈ ഒരു തെർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഐസിയുടെ അല്ലെങ്കിൽ മോസ്ഫെറ്റിൻ്റെയൊക്കെ ഹീറ്റ് കറക്റ്റായിട്ട് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് ഈ രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രക്കടയിൽ നിന്ന് 50 രൂപയ്ക്ക് മേടിച്ച കാർ സ്റ്റീരിയോ സെറ്റാണ് ഈ കാണുന്നത്. കുറച്ച് നേരം കഷ്ടപ്പെട്ടാലും നമുക്ക് ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലും പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഒരു ചാനലിൽ 50 വാട്ട്സ് ആണ്. അങ്ങനെ ടോട്ടലായിട്ട് 4 ചാനൽ സ്പീക്കർ ഔട്ടുണ്ട്. ഇങ്ങനെയുള്ള സെറ്റ് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി അതല്ലെങ്കിൽ കറണ്ടിലും വർക്ക് ചെയ്യാൻ പറ്റും. കറണ്ടിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ SMBs ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ വർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചും കൂടി ഒന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ഈ സെയിം വീഡിയോ തന്നെയാണ് ഫേസ്ബുക്കിലും ഇടുന്നത്. അപ്പോൾ രണ്ടിലെയും കോപ്പിറൈറ്റ് സോങ്ങുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തായാലും സെറ്റെല്ലാം ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ സ്റ്റീരിയോ നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യാണ്ട് മേടിച്ച ഒരു കാറിലാണ് ഇനി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ നല്ലൊരു കാർ സ്റ്റീരിയോ ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിനകത്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലാണ് ചെയ്തേക്കുന്നത്. ടെക് ഓട്ടോമോട്ടീവ് വേഷനും ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ സെറ്റ് എങ്ങനെയാണ് വീട്ടിൽ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കണക്ഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളിലെ പോസിറ്റീവ് വയറും അതുപോലെ ACC വയർ ചില സെറ്റുകളിൽ REM എന്നായിരിക്കും അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വയറും ഈ ഒരു ACC വയർ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള സെറ്റുകളിലെ സ്പീക്കർ ഔട്ട്പുട്ട് വയറുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇതിലിപ്പോൾ 4 ചാനൽ സ്പീക്കർ ഔട്ടാണുള്ളത്. അപ്പോൾ ഓരോ ചാനലിലും ഓരോ കളർ വീതമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ ഓരോ വയറുകളുടെയും ഡീറ്റെയിൽസ് ഈ ഒരു സെറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ വയറിൽ തന്നെ ആയിരിക്കും ടാഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പുതിയ സെറ്റിന് ഏകദേശം 1600 രൂപ ആ റേഞ്ചിലൊക്കെ നല്ലത് കിട്ടും. നല്ല സൗണ്ട് ഔട്ട്പുട്ടും അതുപോലെ നല്ല ഓഡിയോ ക്വാളിറ്റിയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.